യോ വൺ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൂടിയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടല്ലോ എല്ലാ റൂമും ഉണ്ടല്ലോ താറങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇന്നോട്ട് നമ്മൾ ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നാട്ടിലല്ല, എറണാകുളത്താണ്. എറണാകുളത്ത് നമ്മളിവിടെ വീടെടുത്ത് വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ചള്ളമായിട്ട് കിടക്കുകയാണ്. അപ്പം ഈ സൈഡ് ഞാൻ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കണം, അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് റൂം കാര്യങ്ങളെല്ലാം ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എട്ടിനൊരു പണി കിട്ടി. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് എ സി ഇല്ലാണ്ട് പറ്റില്ല. ഇവിടെ എറണാകുളത്തൊക്കെ ചൂട് കാരണം നമുക്ക് നാട്ടിൽ ചൂട് അധികം ഇല്ല. അപ്പം ഈ റൂമിൽ എ സി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ എ സി അടിച്ചു വെച്ചു. എ സി വർക്കാവണില്ല, ഓണാവണുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കാറ്റ് വരുന്നില്ല. അതിനിപ്പം സർവീസിന് പറയണോ, അങ്ങനെ ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി റൂട്ടീൻ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻട്രോ പറഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒന്നും തന്നെയില്ല. അന്നത്തെ കാര്യം നല്ല ചൂടെടുക്കുന്നുണ്ട്. പുറം ഫുള്ള് വേർത്തിട്ടിരിക്കുകയാണ്. എനിക്ക് പില്ലോ ഉണ്ട്, പക്ഷേങ്കിൽ ബെഡ്ഷീറ്റ് ഇല്ല. ബെഡിന് ബെഡ്ഷീറ്റ് ഇല്ല. സോ നമുക്ക് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ട്. കുറേ പരിപാടികളുണ്ട്. നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു 2 വീക്സിൻ്റെ അടുത്തായി. ബട്ട് പ്രോപ്പറായിട്ട് നമ്മളിപ്പോഴാണ് നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതുപോലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കണം. ബാക്കി ഏറെക്കുറെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളി ഫർണിച്ചർഡാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ റൂം ഒതുക്കണം. നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് അതായിരിക്കും. എനിക്കിപ്പോൾ എടുക്കണം. ഇപ്പോൾ സമയം 10:18. സോ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫ്രഷ് ആയതിനു ശേഷം എൻ്റെ റൂം ക്ലീൻ ആക്കണം. ഞാൻ കാണിച്ചു തരാം റൂം എങ്ങനെ കിടക്കണമെന്ന്. റൂമൊന്ന് ക്ലീൻ ആക്കണം. ഞാനത് കഴിഞ്ഞിട്ട് വീട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് ഈ ബൈക്ക് കൊണ്ടുവന്നത്. സോ ഇനി മുന്നോട്ടുള്ള വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ എറണാകുളത്തെ ലൈഫ് സ്റ്റൈൽ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ ബ്രദർ ഇവിടെ സ്വിഗ്ഗി ഓടുന്നുണ്ട്. സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ട് ഓടുന്നുണ്ട്. സോ നമുക്ക് ഇൻസ്റ്റാമാർട്ടിൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യാം. അങ്ങനെ നമുക്ക് പുതിയ ഫുഡ് സ്പോട്ട്, ഞാൻ പോകാത്ത ഫുഡ് സ്പോട്ട് നിങ്ങളും പോയിട്ടുണ്ടാവും. സോ അങ്ങനെ ഫുഡ് സ്പോട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാം. ഏതായാലും എറണാകുളം കുറച്ചാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ കണ്ടല്ലോ, അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതാണ് എൻ്റെ റൂം. ഇതാണ് റൂം. ഇത് നമ്മുടെ സൈഡ് ബാഗാണ് വണ്ടിയുടെ ബൈക്കിൽ കൊണ്ടുവന്നതിൻ്റെ. നമ്മുടെ സ്പീക്കർ, ബ്ലൂടൂത്ത്, ഹെഡ്സെറ്റ്, അതുപോലെ എല്ലാ സാധനങ്ങളും എൻ്റെ ഒക്കെ ഫുള്ളുണ്ട്. കൊടുക്കാനുണ്ട്. ഇതിൽ ഇവിടെ കുറച്ച് കഴിയാനൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഫോൺ ചാർജ് വെച്ചേക്കുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബാഗോട് ഇരിപ്പുണ്ട്. ആദ്യം കൊണ്ടുവന്നു. ഇവിടെ ഗ്ലൗവ്, വണ്ടിയുടെ ലൂബ്, അതുപോലെ ഫോൺ ഹോൾഡർ, ലൈറ്റ്, നമ്മുടെ ഓപ്പർ സാധനങ്ങൾ, ഇവിടെ കുറച്ച് ബസ്. അങ്ങനെ ഇവിടെ എൻ്റെ ഗ്യാപ്പ് കാര്യങ്ങൾ അവിടെ തന്നെയാണ്. അപ്പോൾ അത്
ഇനിയിപ്പോൾ നമുക്കെല്ലാം ഒതുക്കണം. ഈ സാധനങ്ങളെല്ലാം മടക്കി നമുക്ക് അലമാരക്കുള്ളിൽ കയറണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇത് പണി കിട്ടിയിട്ടുണ്ട്. ഇത് ഓണാവുന്നുണ്ട്, പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കാറ്റ് വരുന്നില്ല. സോ നമുക്കിതൊന്ന് സർവീസിനെ വരെ വിളിച്ച് പറയണം. സോ അങ്ങനെ കുറച്ച് പരിപാടികളാണ്. വീഡിയോ കാണിച്ചത് കേട്ടോ. ഇത് രണ്ടാമത്തെ നിലയാണ്. മീൻ ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാളാണ് കേട്ടോ. ഹാള് നമുക്ക് വരാറില്ല. ഇവിടെയൊക്കെ തൂക്കാണ്. ബാൽക്കണി, ഓപ്പോസിറ്റ് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ അധികം അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്ത് അവരുടെ പ്രൈവസിയിൽ കൈയെടുക്കണ്ട. ഇത് ഫ്രണ്ടിൻ്റെ റൂമാണ്. ഇവിടെ എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടാവും. സോ അവൻ്റെ റൂമാണ്. നിലവിലിപ്പം ഇവിടെ ഇല്ല. ദെൻ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് നമുക്ക് ഇവിടെ ഒരു സ്പേസ് മുകളിൽ ടെറസിലോട്ട് പോകുന്നത്. ഇവിടെയാണ് തുണി വിരിച്ചാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഇത്രയാണ് മുകളിലത്തെ നിലയിലുള്ളത്. ഇനിയിപ്പം നമുക്ക് താഴെ സ്റ്റോറാണ് കേട്ടോ. താഴോട്ട് വരുമ്പം ഇത് താഴോട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് ഇതാട്ടോ. ഒരു സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി മാറ്റം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഈ റൂമാണ്. റൂമിൽ ഫ്രണ്ട് ഉണ്ട്. റൂമിൽ നമുക്ക് ഓപ്പൺ ആക്കുന്നില്ല. അതിന് അങ്ങോട്ട് പോകണ കിച്ചൺ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടും. ഇത് ഫുള്ളി ഫർണിച്ചേർഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ വാഷിംഗ് മെഷീൻ. ഇത് ഫ്രിഡ്ജ് നമ്മുടെ ഉണ്ടായിരുന്നു വന്നത്. വീട്ടിൽ അവിടെ വാഷിംഗ് മെഷീൻ. ഇങ്ങനെയാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. ഐ മീൻ റെൻ്റ് എടുത്തേക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഓൺ ഹൗസല്ല, റെൻ്റ് എടുത്തേക്കാണ്. സോ നമ്മളിപ്പോൾ പുറത്തിറങ്ങുവാണെങ്കിൽ പുറത്തിറങ്ങി കാണിക്കാം. ചെറിയൊരു കോമ്പൗണ്ട്. ഇവിടെ നമ്മുടെ ബൈക്ക് കിടപ്പുണ്ട്. അവിടെ ഒരു കിണറുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എനിക്ക് റൂമിലേക്ക് പോവാം. റൂമിൽ പോയിട്ട് എന്തായാലും റൂമിലേക്ക് പോവാം. റൂമിൽ പോയിട്ട് റൂം ക്ലീൻ ആക്കാം. റൂം ക്ലീൻ ആക്കിയിട്ട് ഇത് പറഞ്ഞാൽ ഇവിടെ എല്ലാം തുടയ്ക്കണമെന്ന് നമ്മൾ വന്നപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തു. കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് തുടയ്ക്കണം. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാം.
എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ജാക്കറ്റ്, റൈഡിങ് ജാക്കറ്റ്, പാൻറ്റും അതാണ് ആയിരിക്കുന്നത്. അത് ഒതുങ്ങില്ല. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ അലമാരിയിലേക്ക് കയറ്റാം കേട്ടോ. കയറ്റി ഒതുക്കി വെക്കണം. എന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാം ക്ലീൻ ചെയ്തു കാണിച്ചു കേട്ടോ. അതെ ഒന്നുമില്ല, ക്ലീനാണ്. സ്പീക്കറും ടാബുകളും ഡ്രസ്സ് കാര്യങ്ങളെല്ലാം മിററാട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാം ഒതുക്കി കഴിഞ്ഞു. നമ്മുടെ ബാഗൊക്കെ മണ്ട വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയി വെള്ളം വല്ലതും കുടിക്കണം. അല്ലെങ്കിൽ ചായയോ നാരങ്ങളോ ഫ്രഷ് അങ്ങനെ എന്തെങ്കിലും കുടിക്കണം. സോ നമുക്ക് എന്തായാലും ഇനിയിപ്പം അലക്കാനുള്ള പരിപാടി നോക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ മാത്രമാണ്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ വീടും പരിസരവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതായിരിക്കും. പിന്നെ പുറത്ത് പോയി വെള്ളം കുടിക്കണം, അങ്ങനെ കുഞ്ഞു വീഡിയോ ആയിരിക്കും. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ സമയം ഫോണിൽ തോണ്ടിയും അതുപോലെ ടാബിൽ കുറേ ഗെയിമും കളിച്ചിട്ട് സമയം കളഞ്ഞു. ഏറെക്കുറെ ഉച്ച കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ തുണി കഴുകാൻ ഇട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഈ ബക്കറ്റ് താഴെ എടുത്തുകൊണ്ട് ബക്കറ്റ് താഴെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം എനിക്ക് തുണി കഴുകാൻ വേണ്ടി കൊണ്ടുപോകാൻ. സോ അപ്പോൾ താഴെ പോയി ബക്കറ്റ് എടുത്തുണ്ട്. ഈ വീടൊക്കെ വിട്ടിരിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ഇപ്പോഴാട്ടോ മനസ്സിലായത്. കാരണം തുണി മണക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര പാടാണ്. അത് എന്താ പറഞ്ഞാലും വീട്ടുകാരെ സമ്മതിച്ചു കേട്ടോ ആ ഒരു കാര്യത്തിന്. വീട്ടിൽ നിന്നൊക്കെ ഫാൻ ഓഫാക്കാറ് പോലും ഇല്ലാത്ത ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഓഫാക്കും. ലൈറ്റ് വിടാറില്ല. എന്തായാലും താഴെ പോയി ബക്കറ്റ് എടുക്കും. വന്നിട്ട് നമുക്ക് ഡ്രസ്സ് കഴുകാനുള്ള പരിപാടി നോക്കാം. കുറച്ച് ബക്കറ്റ് അധികം ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്യാപ്പും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ക്യാപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപ്പ് വാഷ് ചെയ്യാനുണ്ട്. ഇത് വാഷ് ചെയ്യാനുള്ളതാണ്. ഇത് വാഷ് ചെയ്യാനുള്ളതാണ്. ഈ 3 ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ തഴിക്കോ താഴ്ച എന്നിട്ട് അലക്കുന്ന പരിപാടി ഞങ്ങൾ കാണിച്ചു തരാം. വീട്ടിലൊന്നും ഞാൻ ഡ്രസ്സ് പോലും കഴിയാതെ ഞാൻ കഷ്ടപ്പാട്. വാഷിംഗ് മെഷീൻ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിവിടെ സോപ്പ് പൊടിക്ക് ഇടാനുള്ള ട്രേ ഇല്ല. ഓട്ടോമാറ്റിക്കാണ്. എന്തായാലും 39 മിനിറ്റ് എടുക്കും. ഓട്ടോമാറ്റിക്കാണ്. സോ ആ ടൈം കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പം അവനവിടെ നിന്ന് കഴുകിക്കോളും. ഇടയ്ക്ക് ഒന്ന് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. സോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഹസ്റ്റിക്ക് വരും കേട്ടോ. ഹസ്റ്റിക്ക് വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കാം. അതുവരെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ഇനി
അസ്റ്റയൊക്കെ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അസ്റ്റേൻ്റെ ചുപ്പിളിയുണ്ട്. സോ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചതിന് ശേഷം വേറെ പണിയൊന്നുമില്ല. കുളിക്കുക, കയറി കിടന്ന് ഉറങ്ങുക. വൈകിട്ടാകുമ്പോൾ ഒരു ചായ കുടിക്കാൻ പോകുന്ന പതിവുണ്ട്. ഇവിടെ സൗത്ത് കളമശ്ശേരി ഡി കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേയുണ്ട്. അവിടെ പോയി ഒരു ചായ കുടിക്കാറുണ്ട്. സോ വൈകിട്ട് അങ്ങോട്ട് പോകാം. പിന്നെ തിരിച്ചിവിടെ ഒരു വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ തന്നെ പരിപാടി. ഇന്നോട്ട് എന്തായാലും ഡെയിലി വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സമയം പോകും ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. സോവും എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാം. വാഷിംഗ് മെഷീൻ എന്തായി നോക്കട്ടെ. വാഷിംഗ് മെഷീൻ അല്ല കേട്ടോ, വാഷിംഗ് മെഷീൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിയാറായില്ല. ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തുറന്ന് നോക്കരുതെന്നാണ് പറയാറ്. ഒരു മിനിറ്റ് നോക്കാം. അപ്പം ഇതുകൊണ്ട് ഇനി മണ്ടേ വിരിച്ചിടണം. അതേ വിരിച്ചുള്ള സ്പേസ് ഇല്ല. അപ്പം വിരിച്ചിട്ടിട്ട് അവിടെ കിടക്കേണ്ടടുത്ത് മടക്കി വെക്കണം. ദെൻ കുളിക്കണം, കിടന്നുറങ്ങണം. വൈകിട്ട് വിളിച്ചത്. അപ്പം മണ്ടേ പോയി ഉള്ള ഡ്രസ്സ് കഴുകിയിടണം. ദെൻ കുളിക്കണം. അതൊക്കെ ഇനി പരിപാടിയുള്ളൂ. സോ ഇനി എന്തായാലും വൈകിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പം ചായ കുടിക്കാൻ പോകും. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ചുപ്പിളി ഇവിടെ വേണം. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു, ഫുഡ് മേടിക്കാൻ വന്നു കേട്ടോ. അസ്റ്റിയുണ്ട്, ചുപ്പിളി അപ്പോൾ ഫുഡ് മേടിച്ചിട്ട് പോവാണ്. ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നാളെ നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് കാണാം. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് പുതിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ കാണാം. അപ്പം സൈൻ ഓഫ്, ടാറ്റ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലിലേക്കാണ് പറയാറുള്ളത്. ഓക്കെ, ബൈ.